നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട പാർലമെന്റ് സമ്മേളനം അതിൻ്റെ തുടർ സെഷനുകൾ ആരംഭിക്കുകയാണ്. വലിയൊരു വിജയം സമരവുമായി ബന്ധപ്പെട്ട് CJP കിട്ടിയിരുന്നു. അതിൻ്റെ ഒരു ഭാഗമെങ്കിലും കോൺഗ്രസ് പ്രതിപക്ഷം ക്ലെയിം ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ പാർലമെന്റിൽ ഈ വിഷയങ്ങളെ എങ്ങനെ പ്രതിപക്ഷം സമീപിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. വിദ്യാഭ്യാസ വകുപ്പിലൊക്കെ മാറ്റം വന്നു എങ്കിൽ പോലും മറ്റ് പല വിഷയങ്ങളുമുണ്ട് പ്രതിപക്ഷത്തിന് സഭയിൽ ഉന്നയിക്കാൻ. അയോധ്യ ഒരു പ്രശ്നമാണ്, എഥനോൾ ഇന്ധനം ഒരു പ്രശ്നമാണ്. ഇതൊക്കെ സർക്കാർ നേരിടേണ്ടി വരും, ഇതുമായി ബന്ധപ്പെട്ട് മറുപടികൾ നൽകേണ്ടി വരും. മറ്റൊന്ന്, പശ്ചിമേഷ്യയിൽ സമാധാനപരമായ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. കഴിഞ്ഞ 2 രാത്രികളും ആകാശം ശാന്തമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഇന്നിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് എത്തുന്നുണ്ട്. എന്താണ് സ്ട്രാറ്റജി എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇതിനടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. ചോദ്യപേപ്പർ ചോർച്ച പ്രതിഷേധത്തിന് ശേഷം പാർലമെന്റിൽ ഇന്ന് നിർണായക ദിനം. പരീക്ഷാ ക്രമക്കേടുകൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ ഭേദഗതി ബിൽ ലോക്സഭയിലെത്തും. ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. വിദ്യാർത്ഥികളെ മർദ്ദിച്ചത് ഉയർത്തി പ്രതിഷേധിക്കാൻ പ്രതിപക്ഷം. അയോധ്യ സംഭാവന തട്ടിപ്പിൽ അന്വേഷണം വേണമെന്ന ഹർജി വീണ്ടും ഇന്ന് സുപ്രീം കോടതിയിൽ പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പുനഃസംഘടിപ്പിച്ച SIT സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടും കോടതിയിലെത്തും. പ്ലാനിംഗ് ബോർഡ് പരീക്ഷയിലെ മൂല്യനിർണ്ണയത്തിൽ ഗുരുതര ക്രമക്കേടെന്ന് ആഭ്യന്തര വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇന്നത്തെ PSC യോഗം ചർച്ച ചെയ്യും. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരായ നടപടിയിലും തീരുമാനമുണ്ടാകും. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുന്നു. വടകരയിൽ അധ്യാപികമാർ ലഹരിക്കേസിൽ അറസ്റ്റിലായതിന് പിന്നാലെ ഗുരുതര വെളിപ്പെടുത്തലുകൾ. സ്ത്രീകളെ മറയാക്കി നടക്കുന്നത് വൻ സാമ്പത്തിക ഇടപാട്. ലഹരി വിൽപ്പനയിലൂടെ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ചത് അധ്യാപികമാരുടെ അക്കൗണ്ടിൽ. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. നിതിൻ രാജിന്റെ മരണത്തിൽ ഡോക്ടർ റാമിന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തലശ്ശേരി കോടതിയിൽ. അപേക്ഷ നൽകുക ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം. നിതിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്ന് റാമിന്റെ വാദം. വഞ്ചിയൂർ കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യം സ്ഥിരീകരിച്ച് പോലീസ്. 4 പ്രതികളും തിരുവനന്തപുരം AR ക്യാമ്പിൽ. രാവിലെ കോടതിയിൽ ഹാജരാക്കും. വിശാഖിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. താരസംഘടനയിലെ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേതാ മേനോന്റെ ഹർജി പരിഗണിക്കുന്നത് എറണാകുളം മുൻസിഫ് കോടതി. അൻസിബയെ കക്ഷിയേർക്കുന്നതിനെതിരെ ശ്വേതയുടെ വാദം കേൾക്കും. അഡ്ഹോക് കമ്മിറ്റിയെ വിലക്കിയതിൽ എതിർപ്പറിയിക്കാൻ രമേശ് പിഷാരടി. വാഗമണ്ണിൽ സർക്കാർ ഏറ്റെടുത്ത മൊട്ടക്കുന്നിൽ വീണ്ടും കയ്യേറ്റം. ഭൂമാഫിയ കൈക്കലാക്കിയത് ഏക്കറുകൾ. സർക്കാർ ഭൂമി ഏറ്റെടുത്തത് 2012. ഇപ്പോഴത്തെ കയ്യേറ്റം വഴിവിട്ട് നേടിയ പട്ടയം ഉപയോഗിച്ച് കണ്ടിട്ടും കണ്ണടച്ചിരുട്ടാക്കി റവന്യൂ വകുപ്പ്. വെള്ളപ്പൊക്ക ദുരിതമിറങ്ങാതെ ഗുജറാത്ത്. ദുരന്ത മേഖലയിൽ നിന്ന് സൈന്യം 800 പേരെ കൂടി രക്ഷപ്പെടുത്തി. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും പശ്ചിമ ബംഗാളിലും അതിശക്ത മഴയ്ക്കു സാധ്യത. കേരളത്തിലും വീണ്ടും മഴ മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. യുക്രൈനിൽ ആക്രമിക്കപ്പെട്ട കപ്പലിലെ 2 ഇന്ത്യൻ പൗരന്മാർക്കായി തെരച്ചിൽ തുടരുന്നു. ആക്രമണമുണ്ടായത് ഒഡേസ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ചരക്ക് കപ്പലുകൾക്ക് നേരെ. കപ്പലിലുള്ള മറ്റ് 2 പേർ സുരക്ഷിതർ. കരിങ്കടൽ മേഖലയിൽ ജോലി തേടുന്നവർക്ക് മാർഗനിർദ്ദേശവുമായി വിദേശകാര്യ മന്ത്രാലയം. തെക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലെ കാട്ടുതീ അണയ്ക്കൽ ദുഷ്കരം. ദുരിതബാധിത പ്രദേശങ്ങളിൽ താപനില ഉയരുന്നു. ഫ്രാൻസിലും സ്പെയിനിലും 3 ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു. ദൗത്യം കഠിനമെന്ന് സ്പാനിഷ് പ്രധാനമന്ത്രി. ഇന്ന് പാർലമെന്റ് സമ്മേളനം വീണ്ടും പുനരാരംഭിക്കുകയാണ്. പരീക്ഷാ ക്രമക്കേടുകൾക്ക് ശേഷം അതിന് കൂടുതൽ ശിക്ഷ ഉറപ്പാക്കുന്ന പുതിയ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്നലെയാണ് ഈ പരീക്ഷകളുടെ വരുന്ന പരീക്ഷകളുടെ
മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സമിതിയെ കേന്ദ്രം രൂപീകരിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രധാനമന്ത്രി ഇത് നേരത്തെ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഈ വിഷയം അവതരിപ്പിക്കുകയും മറ്റും ചെയ്തത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആകും ഇന്നിപ്പോൾ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. സംശയമില്ല അക്കാര്യത്തിൽ. പ്രതിപക്ഷത്തിന് പുതിയ ജീവൻ, പുതിയ ആയുധം കിട്ടിയ പശ്ചാത്തലം കൂടിയുണ്ട്. കുട്ടികളെ മർദ്ദിച്ച കാര്യത്തിലടക്കമാണ് വിശദീകരണം സർക്കാരിനോട് പ്രതിപക്ഷം തേടുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിലൊക്കെ ഒരു വീഴ്ച, പെല്ലറ്റ് ഉപയോഗിച്ചതിലും മറ്റും വീഴ്ച സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കേന്ദ്രത്തിന്റെ മുന്നിലുണ്ട്. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, പ്രതിപക്ഷത്തിന് ഒരു പുനർജീവനാണ്. ഒരു പക്ഷേ വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിൽ ഉണ്ടായിരുന്നു, സമ്മേളനം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ സമരം വിജയിച്ചതുകൂടി സർക്കാർ പ്രതിരോധത്തിലാണ്. പ്രതിപക്ഷം അത് കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കത്തിലുമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, ഇതിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഒരു നീക്കം സർക്കാർ പ്രതിരോധത്തിലാകുമ്പോഴും അതിൻ്റെ നേട്ടം പ്രതിപക്ഷത്തിലേക്ക് പോകാതിരിക്കാൻ, രാഷ്ട്രീയമായി അവരത് പ്രയോജനപ്പെടുത്താതിരിക്കാനൊക്കെയുള്ള തീവ്ര ശ്രമം നടത്തുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ന് പബ്ലിക് എക്സാമിനേഷൻ ബിൽ പാർലമെന്റിൽ വരികയാണ്. ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ബിൽ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും കിരൺ റിജിജു അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷങ്ങൾ കൂടി ഈ ബില്ലിനെ പിന്തുണയ്ക്കണം എന്നതാണ്. ഇതിൽ പ്രതിപക്ഷം എന്ത് തീരുമാനം എടുക്കും എന്നത് വളരെ നിർണായകമാണ്. കാരണം സ്വാഭാവികമായി സർക്കാർ കൊണ്ടുവരുന്ന ബില്ലുകളെ വിമർശനാത്മകമായ ഒരു സമീപനം നമ്മൾ പ്രതിപക്ഷത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ബില്ലിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. മാത്രമല്ല, ഇതിൻ്റെ ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ്, അതുപോലെ പിഴത്തുക വർദ്ധിപ്പിക്കുകയാണ്, നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഇതൊക്കെ ഉറപ്പാക്കുന്ന ഒരു ബില്ലാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കരട് കഴിഞ്ഞ ദിവസം MP-മാർക്ക് വിതരണം ചെയ്തിരുന്നു. സ്വാഭാവികമായി ബില്ലിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. ഒരു ടാസ്ക് ഫോഴ്സിന് സർക്കാർ രൂപം നൽകിയതായി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നു. നന്ദൻ നിലാഖേനി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുക. അതുപോലെ ഈ ടാസ്ക് ഫോഴ്സിൽ മുൻ ISRO ചെയർമാൻ ഡോക്ടർ സോംനാഥ് ഉണ്ട്, ഫോർമർ ഇൻ്റലിജൻസ് ബ്യൂറോയിൻ്റെ തപൻ ദേക്കയുണ്ട്, ഡയറക്ടർ, ഫോർമർ ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ, മുൻ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഡയറക്ടർ തപൻ ദേക്കയുണ്ട്. അതുപോലെ IIT മദ്രാസിൻ്റെ ഡയറക്ടർ കാമകോടിയുണ്ട്. മാത്രമല്ല, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കാർവാൾ ഉണ്ട്, അമിത് ലാൽ മീന എന്ന ലോജിസ്റ്റിക് എക്സ്പെർട്ട് ഉണ്ട്. അങ്ങനെ ഇതിലൊരു കാര്യം, വിദ്യാഭ്യാസ മേഖലയെ മുമ്പ് ഇല്ലാത്ത വിധം ഗൗരവമായി എടുക്കുന്നു BJP എന്ന ഒരു സൂചന ഇതുവഴി നൽകുന്നു. കാരണം ഇത്ര സുപ്രധാനമായ വ്യക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ഹൈ പവർ ടാസ്ക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസം ഗൗരവമുള്ളൊരു വിഷയമായിരിക്കും എന്ന് പറയുന്നു. മാത്രമല്ല, ഇനി പ്രഹ്ലാദ് ജോഷി ഇത് ഏൽപ്പിക്കുന്നതോടുകൂടി RSS ലോയലിസ്റ്റ് എന്നാണ് പ്രഹ്ലാദ് ജോഷി പൊതുവെ ഈ സർക്കിളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇനി അത് വളരെ ചിട്ടയോടുകൂടിയുള്ള ഒരു സമീപനം വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് ഈ പരീക്ഷാ രംഗത്തൊക്കെ ഉണ്ടാകും എന്നൊരു ഉറപ്പ് നൽകാൻ സർക്കാരിന് കഴിയുന്നു. പക്ഷേ പ്രതിപക്ഷം ഈ സമരം കോക്രോച്ച് ജനതാ പാർട്ടി അവസാനിപ്പിച്ചെങ്കിലും അത് പൂർണ്ണമായും തീർന്നിട്ടില്ല. ആ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ അമിത്ഷാ മാപ്പ് പറയണം, അതുപോലെ പ്രധാനമന്ത്രിയും ഈ വിദ്യാർത്ഥികളോട് മാപ്പ് പറയണം തുടങ്ങിയ നടപടികൾ ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണം എന്ന ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ വീണ്ടും പാർലമെൻറ്റിൽ ഉയർത്തി ഇതിൽ നിന്ന് പരമാവധി ഒരു രാഷ്ട്രീയ ആയുധമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഇപ്പോൾ നേരത്തെ ഈ രാം ജന്മഭൂമിയിലെ ക്ഷേത്രത്തിൽ നടന്ന സംഭാവന കൊള്ള ഒരു വലിയ വിഷയമായി പാർലമെൻറ്റിൽ വരും എന്ന് കൂടിയുള്ളൊരു ധാരണയുണ്ട്. പക്ഷേ അതിനേക്കാൾ ഇപ്പോൾ ഈ നീറ്റ് വിഷയമാണ് കൂടുതൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ, അല്ലെങ്കിൽ അതാണ് കൂടുതൽ പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ട വിഷയമെന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. സ്വാഭാവികമായി ഇനി FCRA ബില്ല് കൂടി പാർലമെൻറ്റിൽ വരാനുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് മറ്റൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്ന ശ്രമം പ്രതിപക്ഷം നടത്തുന്നുണ്ട്. സ്വാഭാവികമായും ഈ വർഷകാല സമ്മേളനം BJP സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അത് ഈ ബില്ലുകളിൽ ഒരുപക്ഷെ ഈ പബ്ലിക് എക്സാമിനേഷൻ ബിൽ പാസ്സാക്കി കിട്ടിയാലും FCRA ഉൾപ്പെടെയുള്ള ബില്ലുകളിൽ BJP കടുത്ത പ്രതിസന്ധി നേരിടും. അത് എങ്ങനെ അതിജീവിക്കും എന്നത് ശ്രദ്ധേയമാണ്. രഞ്ജിത്ത്, ഏതായാലും പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ദയ പ്രതീക്ഷിക്കേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ ആഴ്ച മുഴുവൻ പാർലമെന്റ് വിവിധ വിഷയങ്ങളിൽ മുടങ്ങിയ ഒരു പശ്ചാത്തലമൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായി തന്നെ പ്രതിപക്ഷ പ്രതിഷേധം പ്രതീക്ഷിക്കണം. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
അയോധ്യ സംഭാവന കൊള്ളയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാകും ഹർജികൾ പരിഗണിക്കുക. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് SIT പുനഃസംഘടിപ്പിച്ചു. കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും ഇന്ന് കോടതിയിൽ സമർപ്പിച്ചേക്കും. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഏതായാലും ആ വിഷയത്തിൽ ഹൈക്കോടതിയുടെ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ നിരീക്ഷണമുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വാർത്ത, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ അംഗം അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ SIT. ഇരുവർക്കുമായി SIT കസ്റ്റഡി അപേക്ഷ നൽകും. കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെയാണ് ചോദ്യം ചെയ്യൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരുടെ ജാമ്യ ഹർജിയിൽ കടുത്ത വാദം ഇതിൽ SITയുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും. സംശയമില്ല, ഇവർക്ക് ജാമ്യം നൽകരുത് എന്ന ആവശ്യം മുന്നോട്ട് വെക്കും. ഈ പ്രതികൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ജയിലിൽ തുടരേണ്ടി വരും. പ്രത്യേകിച്ചും അറസ്റ്റിലാകുന്ന LDF സർക്കാർ കാലത്തെ മൂന്നാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയാണ് PS പ്രശാന്ത്. ഇതുകൂടി മനസ്സിലാക്കണം, അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതായാലും അതിഗൗരവമായി തന്നെ കോടതി ഈ വിഷയത്തെ കാണുമെന്ന കാര്യത്തിലും സംശയമില്ല. PSC ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. ആസൂത്രണ ബോർഡിലെ മൂല്യനിർണ്ണയ ക്രമക്കേടിലും ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇന്നത്തെ PSC യോഗം ചർച്ച ചെയ്യും എന്നാണ് പ്രധാനപ്പെട്ട വിവരം. മൂല്യനിർണ്ണയത്തിൽ ഗുരുതര പിഴവുണ്ടായെന്നാണ് അന്വേഷണത്തിലെ പ്രധാന കണ്ടെത്തൽ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടിയും ഇന്ന് തീരുമാനിക്കുമെന്നാണ് വിവരം. ഇതേ വിഷയത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും തുടരുകയാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന, ഇതിപ്പോൾ PSCയുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷകളിൽ ചെറിയ ക്രമക്കേടുകളല്ല, ഓരോ ദിവസവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. പുതിയ പരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇതിപ്പോൾ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാർ എന്ന നിലയിലാണോ PSCയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ? ഒപ്പം ആഭ്യന്തര അന്വേഷണവും അങ്ങനെയാണോ കണ്ടെത്തിയിരിക്കുന്നത്? മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ, പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിന്റെ അവസ്ഥ എന്താണ്? ആസൂത്രണ ബോർഡിലെ പരീക്ഷ നടത്തിപ്പിലുണ്ടായ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് PSCയുടെ ആഭ്യന്തര വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടായിരിക്കും ഇന്നത്തെ യോഗം വിശദമായി ചർച്ച ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം നയിക്കുന്ന അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആഭ്യന്തര വിജിലൻസും സമാനമായ തരത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് PSCക്ക് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്മേലുള്ള വിശദമായ ചർച്ചകളാകും ഇന്ന് PSC യോഗത്തിൽ നടക്കുക. തുടർ നടപടികൾ എങ്ങനെ വേണം എന്ന കാര്യത്തിൽ ഇന്ന് അടിയന്തരമായൊരു ഇടപെടൽ PSC ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ സമാന്തരമായി മറ്റൊരു അന്വേഷണം ആഭ്യന്തര വിജിലൻസിന്റെ ഭാഗത്ത് നിന്ന് അത് തുടരേണ്ട കാര്യമുണ്ടോ എന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടി വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്തേക്കും യോഗം എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ അനാസ്ഥ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ഈ ആഭ്യന്തര വിജിലൻസിന്റെ അന്വേഷണത്തിൽ ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിലും അതിനെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട് എന്നാണ് സൂചന. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പരീക്ഷാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായ നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ PSC ബോർഡിന്റെ ഭാഗത്തുനിന്ന് അടക്കം ലഭിക്കുന്നത്. തീർച്ചയായും PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ, കൂടുതൽ കണ്ടെത്തലുകളൊക്കെ പുറത്തു വരികയാണ്. ഇന്നലെയാണ് വഞ്ചിയൂരിൽ പട്ടാപ്പകൽ ഒരു യുവാവിനെ അതിർത്തി തർക്കത്തിന്റെ പേരിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. നാടിനെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഈ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേവലം അതിർത്തി തർക്കമാണ് കാരണം, അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഇതിൽ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇവരിപ്പോൾ എയർ ക്യാമ്പിൽ ആണ് ഉള്ളത്. മുഖ്യപ്രതി പ്രദീപ് ഉൾപ്പെടെ 4 പേരെയും പ്രാഥമികമായി ചോദ്യം ചെയ്തതിന് ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തി മഞ്ചൂർ കോടതിയിൽ ഹാജരാക്കുക. മുൻ വൈരാഗ്യം തന്നെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശാഖിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് രാവിലെയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് വിവരം. ഡാൻ തുടരുന്നുണ്ട്. ഡാന് ചെറിയ സംഭവമല്ല, പട്ടാപ്പകൽ നടക്കുന്ന ഒരു കൊലപാതകം. ആദ്യം ഒരു പ്രതിയാണ്, പ്രദീപ് മാത്രമാണ് പ്രതിയെന്ന് പോലീസ് വിശ്വസിക്കുന്നു. പിന്നീട് വാഹനം കണ്ടെത്തുന്നു. തുടർന്ന് മറ്റ് 3 പേരെക്കുറിച്ച് കൂടി വിവരം കിട്ടുന്നു. ഇവരൊക്കെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എന്ന വിവരമുണ്ട്. മറ്റൊരു വിവരം, നേരത്തെ തന്നെ തർക്കമുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തുമൊക്കെ ഉണ്ടായിരുന്നു ഈ സംഭവത്തിൽ. അങ്ങനെ നേരത്തെ വൈരാഗ്യം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്.
പുലിയനാർകോട്ടയിലെ ഒരു കാട്ടിൽ ഒളിച്ചിരുന്ന പ്രതികളെ ഇന്നലെ രാത്രിയാണ് ഷാഡോ പോലീസ് സംഘം സിറ്റി ഷാഡോ പോലീസ് സംഘം അതിവിദഗ്ധമായി കുടുക്കിയത്. അതിനുശേഷം ഇവരെ AR ക്യാമ്പിൽ എത്തിക്കുകയായിരുന്നു. അവിടെ വിശദമായ ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻവൈരാഗ്യം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇന്നലെ ഈ സംഭവ സ്ഥലത്തു നിന്നും ഈ ദൃക്സാക്ഷികളുടെയും അതോടൊപ്പം ഈ മരിച്ച വിശാഖിൻ്റെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. വഞ്ചിയൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രദീപ് മാത്രമാണോ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്, അതോ മറ്റ് 3 പേർ കൂടി, ഒപ്പം പിടിയിലായ മറ്റ് 3 പേർ കൂടി, ഏത് തരത്തിലാണ് ഇതിൽ സഹായം നൽകിയത് പ്രദീപിന്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഇന്നലെ പുലിയനാർകോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ വാഹനത്തിനുള്ളിൽ 3 വടിവാളുകളാണ് ഉണ്ടായിരുന്നത്. ആ വടിവാളുകൾ ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരാൾ വാഹനം ഓടിക്കാൻ അല്ലെങ്കിൽ വാഹനത്തിൽ ഇവരെ രക്ഷപ്പെടാൻ സഹായിച്ചതാണോ, അതോ അതിനപ്പുറത്തേക്ക് ഇവർക്കും ഇതിൽ പങ്കുണ്ടോ, ഈ മറ്റൊരാൾ കൂടി? അങ്ങനെ ഈ പിടിയിലായ 4 പേരും ഒരുപോലെ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. എന്തായാലും ഈ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വിശാഖും പ്രദീപും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട വിശാഖ് തന്നെ പ്രദീപിനെ ആക്രമിക്കുകയും പ്രദീപിൻ്റെ കൈക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും അങ്ങനെ ചികിത്സയിൽ തേടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട് വിശാഖ് ജയിൽ ശിക്ഷ അനുഭവിച്ചതാണ്. അതിനിടെ കഴിഞ്ഞിടയ്ക്കാണ് ജാമ്യത്തിലിറങ്ങിയത്. ജാമ്യത്തിലിറങ്ങിയപ്പോൾ മുതൽ അത് വീണ്ടും ഒരു പക വീട്ടാനുള്ള അവസരമായി പ്രദീപ് കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നലെ ഉച്ചഭക്ഷണം കഴിക്കാനായി മലയൻകീഴിൽ നിന്ന് സ്വന്തം വീടായ പാൽക്കുളങ്ങരയിലെ സ്വന്തം വീടിൻ്റെ സമീപത്തേക്ക് എത്തിയപ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ സംഘങ്ങൾ തമ്മിൽ വീണ്ടും തർക്കമുണ്ടാകുകയും ഈ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ വെട്ടി വീഴ്ത്തുകയും ചെയ്തത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉടൻ പോലീസ് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കാരണം കയ്യിലും കഴുത്തിലുമേറ്റ മുറിവുകൾ അത്രയും സാരമായ മുറിവുകൾ തന്നെയായിരുന്നു. വഞ്ചിയൂർ പോലീസ് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി. തീർച്ചയായും ഏതായാലും പ്രതികളെല്ലാം കസ്റ്റഡിയിലാണ്. പോലീസിന്റെ നിർണായക ഇടപെടലിൽ വളരെ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഈ 4 പ്രതികളും വലയിലായി. ആയുധങ്ങൾ കണ്ടെടുത്തു, കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലുള്ള കൊലപാതക കാരണമെന്ന് വ്യക്തമായിട്ടുമുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. ED ആക്രമണ കേസിലെ 1-ാം പ്രതി നിതിൻ രാജിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വാദം കേൾക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വാദം കേൾക്കുക. കേസിലെ 1-ാം പ്രതിയാണ് നിതിൻ രാജ്. ഇയാളുടെ ജാമ്യ ഹർജി നേരത്തെ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. കേസിലെ മറ്റൊരു പ്രതി ഉണ്ണികൃഷ്ണന് നൽകിയ 3 ദിവസത്തെ ഇടക്കാല ജാമ്യവും ഇന്ന് അവസാനിക്കുന്നുണ്ട്. അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് 3 ദിവസത്തെ ജാമ്യം നൽകിയത്. കേസിലെ 25 പ്രതികളും ജയിലിലാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ MK റാമിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. തലശ്ശേരി കോടതിയാണ് അപേക്ഷ പരിഗണിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘമാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. ഇതിനെതിരെ ജാതി അധിക്ഷേപം നടത്തി എന്നുള്ള വാദമാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. അതാണ് ഈ ആത്മഹത്യ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നാണ് റാമിൻ്റെ അഭിഭാഷകൻ പ്രധാനമായും ബാധിച്ചിരിക്കുന്നത്. KV ബൈജു ചേരുന്നു. ബൈജു, അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ പ്രധാനമായിരുന്നു. കോടതി പോലും ഈ വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങൾ ഗൗരവതരമായിരുന്നു. കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും സർക്കാരിന് ഒഴിഞ്ഞു മാറാനാവില്ലെന്നും കോടതി പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. അതിനുശേഷമാണ് അന്വേഷണ സംഘമൊക്കെ മാറുകയും പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാവുകയും അറസ്റ്റിലേക്കോ കസ്റ്റഡിയിലേക്കോ കാര്യങ്ങൾ പോവുകയും മറ്റും ചെയ്യുന്നത്. ഇപ്പോൾ പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം, പ്രത്യേക സംഘം സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളത്. ഇനിയൊരു വിട്ടുവീഴ്ച, ഇനിയൊരു ഇതുമായി ബന്ധപ്പെട്ടുള്ള പിന്നോട്ട് പോക്ക് ഉണ്ടാവാൻ പാടില്ല. ശക്തമായ തെളിവുകൾ വേണം. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായിട്ടുണ്ടോ ഇതിനകം? തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയത് ഇന്ന് തീരുമാനമുണ്ടാകും. ഇതിൽ പ്രധാനമായും ഈ ആദ്യ സംഘമാണ് ഡോക്ടർ റാമിനെ വിശദമായി ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്യൽ റാം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു നിതിൻ രാജിന്റെ മരണവുമായി തനിക്ക് ബന്ധമില്ല, താൻ ഏതെങ്കിലും തരത്തിൽ ജാതീയമായ അധിക്ഷേപം നടത്തിയിട്ടില്ല, മാത്രമല്ല താനൊരു കർക്കശക്കാരനായ അധ്യാപകനായിരുന്നു, അതിനുള്ള വിരോധമാണ് തനിക്കെതിരെ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതോടൊപ്പം ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് നിതിൻ രാജ് ജീവനൊടുക്കാൻ കാരണം. ഇത്തരം കാര്യങ്ങളാണ്, ഇത്തരം മൊഴികളാണ് ആദ്യ സംഘത്തിന് മേൽ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 2-ാം സംഘം, അതായത് പുതിയതായി വന്ന മലപ്പുറം ക്രൈംബ്രാഞ്ച് IG ഹേമേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ഇവരാണ്
റാമിനെ കൂടുതൽ ചോദ്യം ചെയ്യുക. ഈ കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, തുടക്കത്തിൽ കുടകിൽ നിന്ന് പിടികൂടിയപ്പോൾ വലിയ വീഴ്ച അന്വേഷണ സംഘത്തിനുണ്ടായി, കോടതിയിൽ നിന്നും വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ വിമർശനങ്ങൾ നേരിട്ടൊരു കേസിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പാളിച്ച വന്നാൽ അത് ആഭ്യന്തര വകുപ്പിനെ തന്നെ വലിയ നാണക്കേടുണ്ടാകും. ഹൈക്കോടതി രൂക്ഷമായ വിമർശനം അന്വേഷണ സംഘത്തിന് ഉയർത്തിയ സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു കസ്റ്റഡി അപേക്ഷ നൽകി വീണ്ടും ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറെടുക്കുന്നത്. ഇന്ന് കസ്റ്റഡിയിൽ ലഭിച്ചാൽ 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. ആ വിശദമായ മൊഴി ഇതിൽ രേഖപ്പെടുത്തും. ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത്, അതായത് നിതിൻ രാജ് ജീവനൊടുക്കുന്ന ഏറ്റവും അവസാനം പ്രിൻസിപ്പളിന്റെ മുറിയുടെ പുറത്ത് ഈ ഡോക്ടർ റാം ഉണ്ടായിരുന്നു. പക്ഷെ താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇദ്ദേഹം നേരത്തെ നൽകിയിരുന്ന മൊഴി. പക്ഷെ CCTV ക്യാമറകൾ ഉൾപ്പെടെ നിതിൻ രാജ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടി. പിന്നീട് 10 മിനിറ്റിനകമാണ് ജീവൻ കൊടുക്കുന്നത്. ആ സമയങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. അതോടൊപ്പം ഒരു മുൻ അധ്യാപക നിതിൻ രാജിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതി ഡോക്ടർ റാമിന്റെ സമ്മർദ്ദം കാരണമാണ് നൽകിയെന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഇതിലും ഒരു വ്യക്തത ക്രൈംബ്രാഞ്ച് സംഘത്തിന് വരുത്താനുണ്ട്. അങ്ങനെ ഈ കേസിൽ ഡോക്ടർ റാമിനെ നിർണായകമായ ചോദ്യം ചെയ്യൽ നടത്താനുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇനി എത്ര ദിവസം റാമിനെ കോടതി ഇത്തരത്തിൽ കസ്റ്റഡിയിൽ നൽകുമെന്ന കാര്യത്തിൽ നമുക്ക് ഇനി ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏതായാലും കോടതി 5 ദിവസത്തേക്ക് നൽകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇതിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ നിതിൻ രാജിന്റെ മരണത്തിൽ റാമിന് കുരുക്ക് മുറുകുകയാണ്. കോടതിയുടെ ഇടപെടലിന് ശേഷം, കോടതി അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ എടുത്തെടുത്തതിന് ശേഷമെങ്കിലും ഗൗരവതരമായ അന്വേഷണം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. റാമിനെ കുടുക്കാൻ വേണ്ട തെളിവുകൾ അത് കൃത്യമായി ശേഖരിക്കുക എന്ന വലിയ വെല്ലുവിളി SITക്ക് മുന്നിലുണ്ട്. അതിനുള്ള ശ്രമത്തിലുമാണ് ഉദ്യോഗസ്ഥർ എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരു വാർത്ത, അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ നടി ശ്വേതാ മേനോന്റെ ഹർജി എറണാകുളം മുൻസിഫ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നിയമസാധുതയൊക്കെ സംശയത്തിലാണ് എന്ന നിഗമനം കോടതിക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്വേത പ്രസിഡന്റായ കമ്മിറ്റി തുടരുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അമ്മയുടെ ബൈലോയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ, ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അതിൽ വളരെ കൃത്യമായി അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമസാധുതയെക്കുറിച്ച് പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹർജിയിൽ അൻസിബയെ കക്ഷി ചേർക്കുന്നതിനെതിരെ ശ്വേതയുടെ വാദം കോടതി കേൾക്കുന്നുണ്ട്. അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം വിലക്കിയതിൽ രമേശ് പിഷാരടിയും എതിർപ്പ് അറിയിച്ചേക്കുമെന്നാണ് വിവരം പുറത്തുവരുന്നത്. രമേശ് പിഷാരടിയാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ തലവനായി നിയമിക്കപ്പെട്ടിരുന്നത്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമ്മയുടെ വനിതാ താരങ്ങൾ പരസ്പരം പോർവിളികളുമായൊക്കെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ഇതിനിടയിലാണ് അഡ്ഹോക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. കോടതിയെ എന്ത് ബോധ്യപ്പെടുത്താനാണ് ശ്വേത ശ്രമിക്കുന്നത്? ഒപ്പം നിയമസാധുതയുമായി ബന്ധപ്പെട്ട വിശദമായ വാദം നടക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, അഡ്ഹോക് കമ്മിറ്റി ബൈലോ പ്രകാരം നിലവിൽ ഉണ്ടാകുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണോ ശ്വേതാ മേനോൻ കോടതിയെ ചൂണ്ടിക്കാട്ടിയത്? നിയമപ്രകാരം അഡ്ഹോക് കമ്മിറ്റി ചുമതലയേൽക്കേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ അഡ്ഹോക് കമ്മിറ്റിക്ക് ചുമതലയേൽക്കാൻ കഴിയില്ല. അഥവാ ഈ നിലവിലുള്ള സംവിധാനം രാജിവെക്കുമ്പോൾ അതിന് പകരമായി ചുമതലയേൽക്കുക പുതിയ ഭരണസമിതി വരുന്നതുവരെ പഴയ കമ്മിറ്റി അംഗങ്ങൾ തന്നെ ആയിരിക്കണം അഡ്ഹോക് കമ്മിറ്റിയായി തുടരേണ്ടത്. ആ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട, അതായത് അമ്മയുടെ തലപ്പത്തുള്ള ചില പ്രധാനപ്പെട്ട ആളുകൾ രാജിവെക്കേണ്ടുന്ന സാഹചര്യം വന്നപ്പോഴും ആരോപണ വിധേയരായപ്പോഴും അടിയന്തരമായി മോഹൻലാൽ അമ്മ ഈ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് ഇതിലുണ്ടായിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് കൈനീട്ടം, അതല്ലെങ്കിൽ ഇവരുടെ ചികിത്സാ പദ്ധതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ, അടുത്ത ജനറൽ ബോഡി വരുന്ന സമയം വരെ അതിന് ചുമതല ഏൽക്കാൻ ഒരു കമ്മിറ്റി ഏൽപ്പിക്കുകയായിരുന്നു. അത് പഴയ കമ്മിറ്റി തന്നെ തുടരട്ടെ, അഡ്ഹോക് കമ്മിറ്റിയായി എന്നുള്ളൊരു സാഹചര്യമാണ് വന്നത്. അത് ചൂണ്ടിക്കാട്ടിയാണ് ശ്വേത കോടതിയിൽ അഡ്ഹോക് കമ്മിറ്റി ബൈലോ പ്രകാരം അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ല, പക്ഷേ അഥവാ ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ അഡ്ഹോക് കമ്മിറ്റി പഴയ കമ്മിറ്റി അംഗങ്ങൾ തന്നെ അഡ്ഹോക് കമ്മിറ്റിയായി തുടരേണ്ട സാഹചര്യമുണ്ടെന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്തുന്നത്. അതേസമയം തന്നെ ഈ അഡ്ഹോക് കമ്മിറ്റി പിരിച്ചുവിട്ടതിനെതിരായ സാഹചര്യവുമായി, അതിൽ എതിർവാദവുമായി രമേശ് പിഷാരടിയും കോടതിയെ സമീപിക്കും. ഈ ഭരണസമിതിക്കെതിരെ, അതായത് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിക്കെതിരെ നടിമാരായിട്ടുള്ള ഉഷ, പൊന്നുമ
ബാബു, അതുപോലെ അൻസിബ ഹസൻ, മാല പാർവതി തുടങ്ങിയ ആളുകളൊക്കെ കോടതിയിലെത്തിയിട്ടുണ്ട്. അവർ ഈ അഡ്ഹോക് കമ്മിറ്റി ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ, അതായത് ശ്വേതാ മേനോന്റെ കമ്മിറ്റി മിനിറ്റ്സ് നടത്തിയിട്ടുള്ള തിരിമറി അവർ തുടരുന്ന സാഹചര്യം ഒക്കെ ചോദ്യം ചെയ്തിട്ടായിരിക്കും. അതേസമയം തന്നെ അൻസിബ ഹസൻ കേസിൽ കക്ഷി ചേരാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ അപേക്ഷ പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ശ്വേതാ മേനോന്റെ എതിർവാദവും ഇന്ന് കോടതിയിൽ നടക്കും. എന്തായാലും പ്രധാനമായിട്ടും അഡ്ഹോക് കമ്മിറ്റി നിയമപരമാണോ എന്നുള്ള കാര്യവും അതുപോലെ ഭരണകാര്യവും അമ്മയുടെ ഭരണകാര്യവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനവുമായിരിക്കും ഇന്ന് കോടതിയിൽ നിന്നും ഉണ്ടാവുക. എന്തായാലും താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ എറണാകുളം മുൻസിഫ് കോടതിയിലാണ് ഈ കേസ് ഹർജി പരിഗണിക്കുന്നത്. എന്തായാലും ഇന്ന് ശ്വേതാ മേനോന് ഇന്ന് കോടതിയിൽ ഹാജരാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്വേതാ മേനോൻ, രമേശ് പിഷാരടി ഈ രണ്ടുപേരുടെയും വാദം ഇന്ന് കോടതി കേൾക്കും. അതുമാത്രമല്ല അൻസിബ ഹസൻ ഈ കേസിൽ കക്ഷി ചേരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ശ്വേതാ മേനോന്റെ വാദവും കോടതി ഇന്ന് കേൾക്കും. എന്തായാലും അമ്മയെ സംബന്ധിച്ചിട്ട് ഇന്നത്തെ ദിവസം നിർണായകമാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന് ഈ അഡ്ഹോക് കമ്മിറ്റിയിലെ നിയമപരമായ സാധുത, മറ്റൊന്ന് ഭരണസമിതിയുടെ മറ്റു ചുമതലകൾ ഏത് സാഹചര്യത്തിലാകും മുന്നോട്ട് കൊണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്ന് കോടതി പ്രധാനമായും പരിഗണിക്കുക. രഞ്ജിത്ത്. ശരി ആജ്ഞ. പയ്യന്നൂരിലെ 1.5 വയസ്സുകാരന്റെ മരണത്തിൽ അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കുട്ടിക്ക് അനസ്തേഷ്യ അനിവാര്യമായിരുന്നുവെന്നാണ് പ്രതിയുടെ വാദം. സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. സുമേഷ് മോറാഴ വിവരങ്ങളുമായി ചേരും. സുമേഷ്, ഇത് മാതാപിതാക്കളുടെ ശക്തമായ വാദമുണ്ട് ഈ വിഷയത്തിൽ. ഡോക്ടറുടെ അനാസ്ഥയാണ് എന്നുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത്, പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുഞ്ഞിന് അനസ്തേഷ്യ നൽകിയ ഡോക്ടർ അഞ്ജലി പൊതുവാളിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുന്നത്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. കുട്ടിക്ക് അനസ്തേഷ്യ നൽകേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും നൽകി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുള്ളത്. പുറമെ ജില്ലാ മെഡിക്കൽ ഓഫീസർ രൂപീകരിച്ച മെഡിക്കൽ ബോർഡും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചെന്ന വിലയിരുത്തലും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. മെഡിക്കൽ ബോർഡിലെ 5-ൽ 3 പേരും ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കേസിലെ നടപടികൾ മെല്ലെ ഉൾപ്പെടെ കുട്ടിയുടെ കുടുംബത്തിന് കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡോക്ടറുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് എത്തുന്നത്. ഇന്ന് വൈകിട്ട് രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ കേസ് എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ ചികിത്സിച്ച മറ്റ് ഡോക്ടർമാരെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യം കൂടി നിലവിൽ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രഞ്ജിത്ത്. ശരി. വടകര MDMA കേസിലെ അധ്യാപികമാരുടെ അറസ്റ്റിൽ നിർണായക വെളിപ്പെടുത്തലുകൾ. ലഹരി സംഘങ്ങൾ വൻതോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കായി സ്ത്രീകളെ മറയാക്കിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലഹരി വിൽപ്പനയിലൂടെ കിട്ടിയ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നത് അറസ്റ്റിലായ അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണെന്നും സ്ഥിരീകരണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വടകര പോലീസ് രജിസ്റ്റർ ചെയ്ത MDMA കേസിൽ അന്വേഷണം കൂടുതൽ അധ്യാപകരിലേക്ക് നീങ്ങുന്നു എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഞെട്ടിപ്പിക്കുന്ന ചില കണ്ടെത്തലുകളാണ്. കാരണം അധ്യാപകന്മാരെ മറയാക്കി, അല്ലെങ്കിൽ അവർ കൂടി പങ്കാളിത്തമുള്ള ലഹരി കേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്റ്റെൻറ്റ് വളരെ വലുതാണ്. ഇപ്പോൾ കൂടുതൽ ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണോ? ഈ 2 പേരിൽ മാത്രം ഒതുങ്ങില്ലേ അന്വേഷണം? രഞ്ജിത്ത്, കേസിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് പോലീസിൽ ലഭിക്കുന്നത്. നമുക്കറിയാം, വലിയ സൽപ്പേരുള്ള ഒരു ജോലിയാണ് ഈ അധ്യാപക വൃത്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും മയക്കുമരുന്ന് പോലുള്ള ഒരു കാര്യങ്ങളിൽ അധ്യാപികമാർ ഇടപെടും എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം. അത്തരമൊരു സാഹചര്യമാണ് ഈ പ്രതികൾ അല്ലെങ്കിൽ ഈ പിടിക്കപ്പെട്ട അധ്യാപകരടക്കം മറയാക്കിയത് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് വടകര പോലീസ് റിസ്വാൻ എന്നയാളെ MDMA-യുമായി പിടികൂടുന്നത്. ഇയാളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ പുരോഗമിക്കുന്ന വഴിയാണ് ഇയാളുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന CC കീർത്തന എന്ന മുൻ കായിക താരം കൂടിയായ ഈ പേരാമ്പ്ര BRCക്ക് കീഴിലുള്ള അധ്യാപികയിലേക്ക് അന്വേഷണം എത്തുന്നത്. അവരുടെ അക്കൗണ്ടിലേക്ക് നിരവധി തവണ ഈ ഇടപാടുകാർ പണം അയച്ചിരുന്നുവെന്ന് കണ്ടെത്തുന്നു. അതായത് മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട് റിസ്വാനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പണം ഈ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകാൻ പറയും. പിന്നീട് കീർത്തന വാട്സാപ്പിൽ
ഈ മയക്കുമരുന്ന് വാങ്ങാനുള്ള അല്ലെങ്കിൽ MDMA വിൽക്കാനുള്ള ഒരിടത്തിന്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കുകയും അവിടെ ചെല്ലുമ്പോൾ മറ്റൊരാള് ഈ മയക്കുമരുന്ന് നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് ഇവരുടെ ഒരു രീതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ തീർത്തനെ പിന്നീട് കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും അവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് കാവ്യ എന്ന മറ്റൊരു അധ്യാപിക കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയത്. കീർത്തന ഈ BRCക്ക് കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കായിക അധ്യാപികയായി ജോലി ചെയ്യുകയായിരുന്നു. ഓരോ ദിവസങ്ങളിലായാണ് ഓരോ സ്കൂളുകളിലായി പോയിക്കൊണ്ടിരുന്നത്. ഇതിന് പിന്നാലെയാണ് കാവ്യയിലേക്ക് അന്വേഷണം എത്തുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ പോലീസിനെ പോലും ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. BRCക്ക് കീഴിലെ ഒരു സർക്കാർ LP സ്കൂളിനോട് ചേർന്നുള്ള ഓട്ടിസം സ്കൂളിലെ അധ്യാപികയായിരുന്നു ഇവർ ജോലി ചെയ്യുന്നത്. ആഴ്ച 3 ദിവസമാണ് ഇവർ ക്ലാസ് എടുക്കാൻ പോവുകയും ചെയ്തിരുന്നത്. 2016 മുതൽ ഈ BRC കീഴിലുള്ള വിവിധ വിദ്യാലയങ്ങളിൽ ഇവർ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ അധ്യാപികമാരുടെ ജീവിതശൈലിയിലൊക്കെ ഉണ്ടായ പെട്ടെന്നുള്ള മാറ്റങ്ങളെ കുറിച്ച് ഈ സഹാധ്യാപകരും BRCയിൽ തന്നെ ചില ഉദ്യോഗസ്ഥർക്കും സംശയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം അടുത്ത കാലത്ത് ഇവർക്കൊരു അപകടം പറ്റുകയും അതിന്റെ ചികിത്സ നേടുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ അധ്യാപകർ പിരിവെടുത്താണ് ഇവരുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം നൽകുകയും ഒക്കെ ചെയ്തത്. എന്നാൽ പിന്നീട് വളരെ പെട്ടെന്ന് ഇവരുടെ സാമ്പത്തിക നിലയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവുകയും സ്വന്തമായി കാർ വാങ്ങുകയും മറ്റു വലിയ ആഡംബര ശൈലിയിലേക്ക് ജീവിതമൊക്കെ മാറുകയും ചെയ്തപ്പോൾ പോലും ഇവർ അമ്പരുന്നു. പക്ഷേ വിദേശത്തുള്ള സഹോദരൻ അല്ലെങ്കിൽ കാറാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമ്പത്തിക നില മെച്ചപ്പെടലാണ് നമുക്ക് ഉണ്ടായതെന്നൊക്കെ ഇവർ വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നു. എന്നാൽ ഇപ്പോഴാണ് ഇവരുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നത്. ഈ 2 അധ്യാപികമാരുടെയും അക്കൗണ്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപ എത്തിയതായാണ് ഇതിനകം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇനി മറ്റേതെങ്കിലും അധ്യാപികമാർക്ക് അല്ലെങ്കിൽ BRCക്ക് കീഴിൽ അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് മറ്റ് ആളുകളുമായും ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് രൂപീകരിച്ചിരുന്നോ എന്നതിനെ കുറിച്ചൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്തായാലും ഒരു മയക്കുമരുന്ന് കേസിൽ 2 അധ്യാപികമാർ ഉൾപ്പെടുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സമഗ്രമായ ഒരു അന്വേഷണവുമായാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് നീങ്ങുന്നത്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധമുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. 2 അധ്യാപികമാർ, കുട്ടികളുമായി എന്നും സമ്പർക്കം പുലർത്തുന്ന 2 അധ്യാപികമാർ ഇതിൻ്റെ പ്രധാന ക്യാരിയർമാരായി മാറി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു, ആഡംബര ജീവിതം നയിക്കുന്നു, അക്കൗണ്ടുകളിലൂടെ ലക്ഷങ്ങൾ ഒഴുകുന്നു. എത്ര വലുതാണ് ഈ ശൃംഖല എന്നതുകൂടി ആലോചിക്കണം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കു സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മലപ്പുറമുണ്ട്, കോഴിക്കോടുണ്ട്, വയനാടുണ്ട്, കണ്ണൂരുണ്ട്, കാസർഗോഡുണ്ട്. ഈ ജില്ലകളിലൊക്കെ ശക്തമായ മഴ ഒരുപക്ഷെ പെയ്തേക്കാം എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. രാവിലെ മുതൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമൊക്കെ ഈ ജില്ലകളിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴ മാറി നിന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാവുകയാണ് എന്നാണ് വിവരം. അതേസമയം കനത്ത മഴയിലും കനത്ത മഴക്കെടുതിയിലുമാണ് ഉത്തരേന്ത്യയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും. ഗുജറാത്തിൽ മഴ ഒഴിഞ്ഞതോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടങ്ങി. ദക്ഷിണ ഗുജറാത്ത്, അഹമ്മദാബാദ്, കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര, നാഗർ ഹവേലി എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ നിന്ന് സൈന്യം 790-ലധികം പേരെ രക്ഷപ്പെടുത്തിയെന്ന വിവരങ്ങൾ കൂടി പുറത്തുവിടുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം മൂലം ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും ഇന്ന് അതിശക്തമായ മഴ പെയ്യും എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാർവതി വിവരങ്ങളുമായി ചേരും. പാർവതി, വലിയ മഴക്കെടുതിയിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് വേണം കരുതാൻ. നമ്മൾ അതിൻ്റെയൊക്കെ വലിയൊരു എക്സ്റ്റൻ്റ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. മിക്ക സംസ്ഥാനങ്ങളിലും സമാനമായ അവസ്ഥയുണ്ട്. ഇപ്പോഴും മഴക്കെടുതികൾ തുടരുകയാണോ? രക്ഷാപ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഏത് ഘട്ടത്തിലാണിപ്പോൾ? അതാണ് രഞ്ജിത്ത്. ഉത്തരേന്ത്യയിൽ മഴയും മഴക്കെടുതിയും രൂക്ഷമാണ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അടക്കം ശക്തമായ മഴയാണ് ഉള്ളത്. ഈ സംസ്ഥാനങ്ങളിൽ മൺസൂൺ സജീവമായിട്ടുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ഇവിടങ്ങളിൽ പല ഇടങ്ങളിലും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും
അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നും ഈ പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കണമെന്ന നിർദ്ദേശമുണ്ട്. മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട്. പ്രാദേശിക ഭരണകൂടങ്ങൾ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഒപ്പം തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനിലും ഗുജറാത്തിലും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായി പലയിടങ്ങളിലും അതിശക്തമായ മഴയാണ് ഉണ്ടായിട്ടുള്ളത്. യമുന നദിയിൽ ജലനിരപ്പ് ഉയർന്നു. വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗുജറാത്തിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദക്ഷിണ ഗുജറാത്ത്, അഹമ്മദാബാദ്, ദാദ്ര, നാഗർ ഹവേലി എന്നിവിടങ്ങളിലും വെള്ളപ്പൊക്കം രൂക്ഷമാണ്. സൈന്യം 790-ലധികം ആളുകളെയാണ് ഈ പ്രദേശത്തു നിന്നും രക്ഷപ്പെടുത്തിയത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം മൂലം ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും ഇന്ന് അതിശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. വൽസാദ്, നവ്സാരി, സൂറത്ത്, താപ്പി തുടങ്ങിയ ജില്ലകളിൽ നിന്നും 40,000-ലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. സൈന്യത്തിന് പുറമെ NDRF, SDRF, കോസ്റ്റ് ഗാർഡ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിനുണ്ട്. ബോട്ടുകളും ഹെലികോപ്റ്ററും അടക്കം സജീവമാണ്. ഔരംഗ, സ്വർഗവാഹിനി തുടങ്ങിയ നദികൾ ഒഴുകുന്നുണ്ട്. പ്രധാന പാതകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. 100 കണക്കിന് റോഡുകൾ വെള്ളത്തിലാണ്. ഒപ്പം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും അന്തരീക്ഷ ചുഴലിയുമാണ് ഇതിന് കാരണം. വടക്കൻ ഗുജറാത്തിലെ ബനസ്കാന്ത, പഠാൻ, മെഹ്സാന, അഹമ്മദാബാദ് തുടങ്ങിയ ജില്ലകളിലും തെക്കൻ ഗുജറാത്തിലെ വൽസാദ്, നവ്സാരി മേഖലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം മഴക്കെടുതിയും രൂക്ഷമാണ്. മരണസംഖ്യയും ഉയരുകയാണ്. രഞ്ജിത്ത്, അതാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യം. വലിയ മഴക്കെടുതിയിലാണ് സംസ്ഥാനങ്ങളെല്ലാം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾക്ക് പുരോഗമിക്കുന്നു. സൈന്യത്തിൻ്റെ ഇടപെടൽ ആ മേഖലയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പാർവതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടെ തെക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ പടരുന്ന കാട്ടുതീ ഇപ്പോഴും ശക്തമായി തന്നെ ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഇതണയ്ക്കാനുള്ള ശ്രമങ്ങൾ തീവ്രമായി തുടരുന്നുണ്ട്. ഫ്രാൻസിലും സ്പെയിനിലുമായി 3 ലക്ഷത്തിലധികം ആളുകളാണ് ഇതിനകം മാറ്റിപ്പാർപ്പിക്കപ്പെട്ടത്. വരാനിരിക്കുന്ന മണിക്കൂറുകൾ കൂടുതൽ ദുഷ്കരമാകും എന്ന സ്പെയിൻ്റെ മുന്നറിയിപ്പ് സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ് കാസ്റ്റജോ ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിലെ താപനില വീണ്ടും ഉയരുമെന്നാണ് സൂചന. മനു ചേരുന്നുണ്ട്. മനു, അതിശക്തമായ കാട്ടുതീയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ ചൂട് കൂടിയതുമൊക്കെ ഇതിന് കാരണമാണ്. മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള വാദങ്ങൾ മറുവശത്തുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ കാട്ടുതീക്ക്? രഞ്ജിത്ത്, ഈ സ്പെയിൻ പ്രധാനമന്ത്രിയുടെ ആ പ്രഖ്യാപനം തന്നെ, അല്ലെങ്കിൽ ആ ഒരു സന്ദേശം തന്നെ ഇതിൻ്റെ വ്യാപ്തി വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഈ വരാനിരിക്കുന്ന മണിക്കൂറുകൾ വളരെ ദുഷ്കരമായ മണിക്കൂറുകളാണ് എന്ന് പെഡ്രോ സാഞ്ചസ് പറയുമ്പോൾ അത് ആ പ്രദേശത്തൊക്കെയുള്ള പ്രതിസന്ധിയുടെ ഒരു നേർചിത്രമാണ്. ഫ്രാൻസിൽ ഒരുപക്ഷെ 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്രയും ഭീകരമായി ആളുകളെ ഡിപ്ലോയ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ആ നിലയ്ക്കാണ് കാട്ടുതീ പടരുന്നത്. ഏതാണ്ട് 3.5 ലക്ഷത്തോളം മനുഷ്യരെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഫ്രാൻസിലും സ്പെയിനിലുമാണ് ഇത് വലിയ തോതിൽ ബാധിച്ചിട്ടുള്ളത്. 3.5 ലക്ഷത്തിലധികം ഏക്കർ പ്രദേശത്ത് തീ വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇറ്റലിയിലും ഇപ്പോഴിതിൻ്റെ സൂചനകൾ കണ്ടു. അവിടെയും ടൂറിസ്റ്റുകൾ പല കാട്ടുതീക്ക് നടുവിൽ കുടുങ്ങിയവരെയൊക്കെ രക്ഷപ്പെടുത്തുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ കാട്ടുതീ യൂറോപ്പിനെ ആ നിലയിൽ വലിയ തോതിൽ ബാധിക്കുകയാണ്. ഇനിയും ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില ഉയരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. കാലാവസ്ഥാ വ്യതിയാനം ആ തരത്തിലുള്ള ഒരു പ്രതിഫലനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വലിയ ആശങ്ക തുടരുന്നത്. ഏതായാലും വലിയ തോതിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകളെ വിന്യസിച്ചിട്ടുണ്ട്. അഗ്നിശമന സേന എല്ലായിടത്തും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ ഈ ശക്തമായ കാറ്റാണ് ഒരു പ്രധാന തടസ്സമായി നിൽക്കുന്നത്. ഈ ബോർദോ നഗരത്തിലേക്ക് തീ പടരുന്നു എന്ന വിവരങ്ങൾ വരുന്നു. അവിടെ അത് തടയാനൊക്കെയുള്ള അഗ്നിശമന സേനയുടെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അത് സ്പെയിനിൽ സാഹചര്യം അത്ര ശുഭകരമല്ല. ഫ്രാൻസിലും സ്പെയിനിലുമാണ് ഈ അഗ്നിബാധ ഏറ്റവും അധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇത്രയധികം പ്രതിസന്ധിയിലൂടെ ഈ രാജ്യങ്ങൾ കടന്നുപോയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. യൂറോപ്പ് ഒട്ടാകെ കഠിനമായ ചൂടിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതിനിടയിലാണ് ഈ കാട്ടുതീ വ്യാപകമായി പടർന്നു പിടിക്കുന്നത്. ലക്ഷക്കണക്കിന് ഹെക്ടർ വനഭൂമിയാണ് പൂർണ്ണമായും കത്തി നശിക്കപ്പെടുന്നത്. വരും വർഷങ്ങളിൽ ഈ രാജ്യങ്ങളിൽ കൂടുതൽ ദുർഘടമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും എന്നതിൻ്റെ സൂചനകൾ കൂടി കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും മറ്റും മുന്നറിയിപ്പുകൾ കൂടി നൽകുന്നുണ്ട്.
യുക്രൈനിൽ ആക്രമിക്കപ്പെട്ട കപ്പലിലെ ഇന്ത്യൻ പൗരന്മാർക്കായി തെരച്ചിൽ തുടരുകയാണ്. ഒഡേസ തുറമുഖത്ത് MV AGN റാഗ്നർ എന്ന കപ്പലാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത്. നേരത്തെ 2 കപ്പലുകൾ ഇത്തരത്തിൽ യുക്രൈൻ്റെയും റഷ്യയുടെയും ആക്രമണത്തിൽ തകർന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. 2 ഇന്ത്യൻ പൗരന്മാർ 4 പേരാണ്, അതിൽ 2 പേർ സുരക്ഷിതരാണ്. 2 പേരെക്കുറിച്ച് ഇപ്പോൾ വിവരമില്ല. റഷ്യ യുക്രൈൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ കരിങ്കടൽ മേഖലയിൽ തൊഴിൽ തേടുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശ രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, തുടർച്ചയായ ആക്രമണങ്ങളാണ്. ഒരു തരത്തിലും ആ മേഖലയിൽ സമാധാനമുണ്ടാകുന്നില്ല. ആശങ്കകൾ ഏറെയാണ്. നമുക്കറിയാം, നിരവധി കപ്പലുകൾ അതിൽ നമ്മുടെ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് ആ മേഖലകളിലൊക്കെ, റഷ്യ യുക്രൈൻ പ്രദേശങ്ങളിലൊക്കെ. ഇങ്ങനെ ആക്രമണം തുടർന്നാൽ അതിന് പരിഹാരം കണ്ടെത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്താണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടൽ നൽകുന്ന വിവരം? ഏതായാലും ഇന്ത്യൻ എംബസി അവിടെ ഈ വിഷയം ഗൗരവമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതോടൊപ്പം തന്നെ ഈ മേഖലയിൽ, ബ്ലാക്ക് സീ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ള കപ്പലുകളിൽ അല്ലെങ്കിൽ അതുവഴി യാത്ര ചെയ്യുന്ന കപ്പലുകളിലെ ഇന്ത്യൻ നാവികർക്ക് കൃത്യമായൊരു മാർഗനിർദ്ദേശ രേഖ ഇന്ത്യ പുറത്ത് ഇറക്കിയിട്ടുണ്ട്. പ്രധാനമായും കപ്പൽ ഉടമകളോട് അത് ഏത് പോർട്ടിലേക്കാണ് നീങ്ങുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അത് അന്വേഷിച്ച് മനസ്സിലാക്കണം. പിന്നെ അവരുടെ സേവന വേതന വ്യവസ്ഥകളെ സംബന്ധിച്ച്, ഇൻഷുറൻസിനെ സംബന്ധിച്ച്, മറ്റ് കോമ്പൻസേഷൻ നടപടികളെ സംബന്ധിച്ചൊക്കെ കൃത്യമായ ധാരണയും ഉണ്ടായിരിക്കണം എന്ന് നാവികരോട് നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും കുടുംബാംഗങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ എംബസികളെ അറിയിക്കാനുമൊക്കെയുള്ള നിർദ്ദേശം അവിടെ നൽകിയിട്ടുണ്ട്. റഷ്യയുടെയും അതുപോലെ സമീപപ്രദേശങ്ങളിലുള്ള രാജ്യങ്ങളുടെ നമ്പറുകൾ നാവികർക്ക് കൈമാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും പക്ഷേ 2 നാവികരെ കണ്ടെത്താനായില്ല എന്നാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ 4 പേരിൽ ഈ ആഗ്നർ ഇത് ഷിപ്പിലുണ്ടായിരുന്ന 4 പേരിൽ 2 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ 2 പേർ സുരക്ഷിതരാണ്. പക്ഷേ മറ്റ് 2 പേരുടെ കാര്യത്തിൽ ആണ് ഇപ്പോൾ ആശങ്ക പടരുന്നത്. ധാന്യങ്ങളുമായാണ് ഈ കൊമേഴ്ഷ്യൽ ഷിപ്പ് എന്ന ഈ MV ആഗ്നേർ ആ വഴി എത്തിയത്. ധാന്യങ്ങളാണ് അതിൽ പ്രധാനമായും കടത്തിയിരുന്നത്. സ്വാഭാവികമായും ഈ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം ആരുടെ ഭാഗത്തു നിന്നാണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ നടക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ നാവികരുടെ ജീവൻ എങ്ങനെയാണ്, ഏത് സാഹചര്യത്തിലാണ് എന്നതാണ് ഇന്ത്യയെ ഇപ്പോൾ ഏറ്റവും വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നത്. തീർച്ചയായും ആശങ്കാജനകമായ സാഹചര്യമാണ്. മറ്റൊരു വാർത്ത, കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം. പവർ ലിഫ്റ്റിംഗ് 48 കിലോ വിഭാഗത്തിൽ മീരാഭായി ചാനുവാണ് സ്വർണം നേടിയത്. മീരയുടെ തുടർച്ചയായ 3ാം കോമൺവെൽത്ത് സ്വർണമാണ് ഇത്. സ്നാച്ചിലും ക്ലീൻ ആൻഡ് ജെർക്കിലുമായി 190 കിലോഗ്രാം ഉയർത്തിയാണ് മീര സ്വർണം നേടിയത്. സ്നാച്ചിൽ ഉയർത്തിയ 85 കിലോഗ്രാം പുതിയ ഗെയിംസ് റെക്കോർഡാണ്. ആദ്യ ശ്രമത്തിൽ 82 കിലോഗ്രാം ഉയർത്തുന്നതിൽ പരാജയപ്പെട്ട മീര പിന്നീട് 2ാം ശ്രമത്തിലാണ് 85 കിലോഗ്രാം ഉയർത്തിയ ഗെയിംസ് റെക്കോർഡ് സൃഷ്ടിച്ചത്. മീരാഭായ് ചാനുവിന്റെ പുരസ്കാര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിച്ചു. മീരയുടെ സ്വർണ്ണ നേട്ടം രാജ്യത്തിലെ ഓരോ പൗരന്റെയും അഭിമാന നിമിഷമാണെന്ന് ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ PT ഉഷ പറഞ്ഞു. ഇത്തവണ വലിയ വിജയങ്ങൾ നേടുമെന്ന് മീരയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് മീര സാധ്യമാക്കിയെന്നും PT ഉഷ പറഞ്ഞു. So excited to see the Meera Chanu was lifting the weight, and it was a history, and it's a great moment for me and for all Indians. And she won with the Commonwealth record. It was so much, when she was actually there, she was confident, maybe she was doing much better, but when she lifted 82, she could not lift first 82, then we were worried from outside that could have been 80 okay, but the next time she's lifted, and so happy, and we can't just say that how the moment is. It's a proud moment for all Indians. മലപ്പുറം കുറ്റിപ്പുറം ബസ് അപകടത്തിൽ പരിക്കേറ്റ 38 പേരിൽ 4 പേരുടെ നില ഗുരുതരമായി തുടർന്നു. എടപ്പാൾ, കോട്ടയ്ക്കൽ എന്നിവിടങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇവർ. അപകടം നടന്ന സ്ഥലം ഇന്ന് ജോയിന്റ് RTOയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിക്കും. റോഡ് നിർമ്മാണത്തിലെ അപകടത്തിന് കാരണമായതായി ആക്ഷേപം ഉയർന്നിരുന്നു. ഇക്കാര്യമടക്കമാണ് പരിശോധിക്കുക. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, വലിയൊരു അപകടമാണ്. ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇതിപ്പോൾ അമിതവേഗം മാത്രമല്ല, മറ്റു പല കാരണങ്ങളും ഈ അപകടത്തിന് കാരണമായി എന്നാണോ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, അമിത വേഗവും റോഡിന്റെ ഇറക്കവും അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഉള്ളത്. അമിത വേഗത്തിലെത്തിയ ബസ് ഇറക്കത്തിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ സ്കിഡായിട്ട് അത് മറിയുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനകൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ GPS ആ സമയത്ത് പ്രവർത്തിക്കാത്തത് കൊണ്ട് കൃത്യമായ വേഗത എത്ര ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ തടസ്സമുണ്ട്.
എന്താണെങ്കിലും മഴ ഉണ്ടായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് ഇറക്കത്തിൽ വലിയ വേഗത്തിൽ വന്ന ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ ബ്രേക്ക് പൂർണ്ണമായിട്ടും ബ്രേക്കിംഗ് നടന്നില്ല എന്ന് വേണം കരുതുവാൻ എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ടാണ് ബസ് ഇടത്തോട്ട് ചെരിഞ്ഞ് ഈ ഡിവൈഡറിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീണത്. എന്താണെങ്കിലും ഇതിന്റെ സാധ്യതകളെ കുറിച്ച് വിശദമായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി ജോയിന്റ് RTO ഇന്ന് സംഭവ സ്ഥലം സന്ദർശിക്കും. റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാനായിരിക്കും ഈ സന്ദർശനം. കഴിഞ്ഞ ദിവസം മന്ത്രി ഇത്തരത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള വിശദമായ റിപ്പോർട്ട് തേടുമെന്ന് പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഉദ്യോഗസ്ഥരുടെ പരിശോധന. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. 38 പേരാണ് ആകെ വാഹനത്തിലുണ്ടായിരുന്നത്. 38 പേർ സഞ്ചരിച്ചിരുന്ന ഒരു ബസ്സിന്റെ അവസ്ഥയാണ് പ്രേക്ഷകർ കാണുന്നത്. അമിത വേഗം വരുന്നു, തെന്നിക്കിടക്കുന്ന റോഡാണ്, ഇറക്കമാണ്. ഡ്രൈവർ ബസ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, ബ്രേക്ക് ചെയ്യുന്നു, പക്ഷേ നിരങ്ങി ഡിവൈഡറിലിടിച്ച് മറിഞ്ഞ് 2ആയി മുറിയുകയാണ്. 38 പേർ സഞ്ചരിച്ചു, ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടത് എത്ര ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് എന്നതുകൂടി മനസ്സിലാക്കണം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് വലിയൊരു അപകടം. ബസ് പൂർണ്ണമായും 2ആയി പിളർന്നു മാറുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇന്നലെ കേരളം കണ്ടത്. CB അനുമോദ വിവരങ്ങൾ പങ്കുവച്ചു. കൊട്ടാരക്കര പനവേലിയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികരായ അണ്ടൂർ സ്വദേശി അനീഷാണ് മരിച്ചത്. നാലമ്പല ദർശനം കഴിഞ്ഞ് മടങ്ങിയ തീർത്ഥാടകർ സഞ്ചരിച്ച ട്രാവലർ ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ട്രെയിനുകളിൽ മോഷണം നടത്തി വന്നയാൾ അറസ്റ്റിൽ. കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി അൻവർ സാദത്താണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. മോഷ്ടിച്ച ഫോൺ സ്വന്തം സിം കാർഡ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചപ്പോഴാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഇയാളെ പിന്തുടർന്ന ഷൊർണൂർ റെയിൽവേ പോലീസും RPF CIB സംഘവും ചേർന്നാണ് പിടിച്ചത്. ഈ മാസം 4-ന് രാജ്യറാണി എക്സ്പ്രസിൽ S4 കോച്ചിലെ യാത്രക്കാരിയുടെ മൊബൈൽ ഫോണാണ് ഇയാൾ മോഷ്ടിച്ചത്. എറണാകുളം ജില്ലയിലെ വിവിധ അംഗനവാടികൾ, സ്കൂളുകൾ, റേഷൻ പൊതുവിതരണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. തീരദേശ മേഖലകളായ കുമ്പളങ്ങി, ചെല്ലാനം, കണ്ണമാലി എന്നിവിടങ്ങളായിരുന്നു സന്ദർശനം. ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മന്റെയും ഭക്ഷ്യ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് KN സുഗതന്റെയും നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. അംഗനവാടികളിൽ നിന്നുള്ള പോഷകാഹാര വിതരണം, ഉച്ചഭക്ഷണ പദ്ധതി എന്നിവയുടെ നിർവഹണം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് കമ്മീഷൻ ഉറപ്പുവരുത്തി. ചെല്ലാനം സെയിന്റ് മേരീസ് LP സ്കൂളിലെ മട്ടുപ്പാവിലെ പച്ചക്കറി കൃഷി കമ്മീഷൻ നിരീക്ഷിച്ചു. മറ്റു വാർത്തയിലേക്ക്. ഇടുക്കിയിൽ അതിഥിത്തൊഴിലാളികൾക്കിടയിൽ മലേറിയ രോഗം പടരുന്നത് ഇടയാക്കുകയാണ്. കട്ടപ്പന കാഞ്ചിയാറിൽ കഴിഞ്ഞ ദിവസം മരിച്ച ജാർഖണ്ഡ് സ്വദേശിനിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഈ വർഷം മാത്രം 277 പേർക്ക് രോഗം ബാധിച്ചു എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇടുക്കി ജില്ലയിൽ അതിഥിത്തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളിലാണ് മലേറിയ പടരുന്നതായി കണ്ടുവരുന്നത്. ഈ വർഷം കഴിഞ്ഞ 3 മാസം കൊണ്ട് 277 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 3 പേർ ചികിത്സ തേടാതെ ആശുപത്രിയിൽ നിന്നും പോയതായും വിവരമുണ്ട്. കഴിഞ്ഞ ദിവസം കട്ടപ്പന കാഞ്ചിയാറിൽ മരിച്ച ജാർഖണ്ഡ് സ്വദേശിനിയുടെ ഭർത്താവിന് മലേറിയ സ്ഥിരീകരിച്ചു. അതേസമയം മരിച്ച യുവതിക്ക് മലേറിയ ബാധിച്ചിരുന്നോ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാവൂ. രോഗം പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കട്ടപ്പന DVC യൂണിറ്റ് സംയുക്തമായിട്ട് പ്രതിരോധ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ വീടുകളിലും ഫീവർ സർവേ നടത്തി, പനി സർവേ നടത്തി, ഉറവിട ശീകരണ സോഷ്യൽ നടത്തി, അതുപോലെ IRS ഇൻസെക്ടിസൈഡൽ റെസിഡ്യൂ സ്പ്രേ വീടിനകത്ത് കൊതുക് വന്ന് മറ്റ് പകരാനുള്ള സാധ്യത ഒഴിവാക്കാൻ ലക്ഷ്യത്തോടെ IRS നടത്തി. അതുപോലെ അതിൻ്റെ കൂടെ ആ രോഗിയുടെ കൂടെ താമസിച്ചിരുന്ന 4 മുറികളിലായിട്ട് 5-8 പേര് താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കോൺടാക്ട് സ്മിയർ, അവർക്ക് അസുഖം ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്ട് സ്മിയർ എടുത്തു. ഇത്രയും പ്രതിരോധ പ്രവർത്തനങ്ങളും ആളുകൾക്ക് വേണ്ട ബോധവൽക്കരണ കാര്യങ്ങളുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഏലത്തോട്ടങ്ങളിൽ ഉൾപ്പെടെ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ വിവരം ആരോഗ്യവകുപ്പിന്റെ പക്കലില്ല. ഇതുമൂലം രോഗബാധിതരെ കണ്ടെത്തി ചികിത്സ നൽകുവാനും പ്രതിസന്ധിയുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ കേരളത്തിലെത്തുമ്പോൾ തന്നെ പരിശോധനകൾ നിർബന്ധമാക്കിയാൽ മാത്രമേ ഇത്തരം സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം തടയാനാവൂ. ന്യൂസ് 18 ഇടുക്കി. വാഗമണിലെ മൊട്ടക്കുന്നിൽ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറി ഭൂമാഫിയ. 2012-ൽ സർക്കാർ ഏറ്റെടുത്ത ഭൂമിയിലാണ് വീണ്ടും കയ്യേറ്റം. തെറ്റായ നടപടികളിലൂടെ സമ്പാദിച്ച പട്ടയം ഉപയോഗിച്ചാണ് കയ്യേറ്റങ്ങൾ നടക്കുന്നത്. കയ്യേറ്റത്തിനെതിരെ നടപടി സ്വീകരിക്കാതെ ഒളിച്ചു കളിക്കുകയാണ് റവന്യൂ വകുപ്പ്.
അതീവ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്ന വാഗമണ്ണിലെ മൊട്ടക്കുന്നിലാണ് 25 ഏക്കറോളം ഭൂമി കയ്യേറ്റക്കാർ പിടിച്ചെടുത്തത്. 80 കോടിയോളം രൂപ വില വരുന്ന ഭൂമിയാണ് നിലവിൽ കയ്യേറ്റക്കാരുടെ കയ്യിലുള്ളത്. പട്ടയ വിതരണത്തിന് വിലക്കുണ്ടായിരുന്ന 2001-ൽ 4 പ്രവാസി വ്യവസായികൾക്ക് ഈ ഭൂമിക്ക് പട്ടയം അനുവദിച്ചു. അമേരിക്കൻ പട്ടയം എന്ന പേരിലാണ് ഇതിനെ വിളിച്ചിരുന്നത്. മൊട്ടക്കുന്നുകൾക്ക് പട്ടയം നൽകാൻ പാടില്ലെന്ന വ്യവസ്ഥ ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ലംഘിച്ചാണ് ഉദ്യോഗസ്ഥർ പട്ടയം അന്ന് നൽകിയത്. 2012 കയ്യേറ്റമെന്ന് കണ്ടെത്തിയ 150 ഏക്കറോളം ഭൂമി റവന്യൂ വകുപ്പ് തിരിച്ചുപിടിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ സ്ഥാപിച്ച ബോർഡ് പിഴുതുമാറ്റിയാണ് 25 ഏക്കറിൽ കയ്യേറ്റക്കാർ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജൈവ സമ്പത്തിനെ കീറിമുറിച്ച് കയ്യേറ്റക്കാർ റോഡ് നിർമ്മിച്ചു. സ്വാഭാവിക നീരൊഴുക്ക് തടഞ്ഞ് പാറ പൊട്ടിച്ചു കയ്യേറ്റ ഭൂമിയിൽ കുളവും മൊട്ടക്കുന്നുകൾക്ക് നടുവിലായി 2 ഷെഡുകളും നിർമ്മിച്ചു. വാഗമണ്ണിലെ ഇൻഡോസിസ് പദ്ധതിക്ക് ശേഷം ഭൂമി KLD ബോർഡിനും വനം ടൂറിസം വകുപ്പുകൾക്കും കൈമാറാൻ സർക്കാർ തീരുമാനിച്ചിരുന്നെങ്കിലും ഭൂമി അളന്ന് അതിർത്തി തിരിക്കുന്നതിലുണ്ടായ കാലതാമസമാണ് കയ്യേറ്റക്കാർക്ക് അനുകൂല സാഹചര്യം ഒരുക്കിയത്. കയ്യേറിയ ഭൂമി റിസോർട്ട് മാഫിയയ്ക്ക് മുറിച്ചു വിൽക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആഴ്ചകളായി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടും ഇതൊന്നും അറിഞ്ഞില്ലെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി മൂന്നാറിന്റെ തേയില ചെരുവുകൾ താണ്ടി കൊളുന്തുമായി ഇനി ഡ്രോണുകൾ പറന്നുയരും. കുന്നും താഴ്വരകളും താണ്ടി തേയില കൊളുന്ത് ഫാക്ടറിയിൽ എത്തിക്കാൻ ക്വാഡ് കോപ്റ്റർ ഡ്രോണുകളാണ് ഇറങ്ങുന്നത്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ആരംഭിച്ച പരീക്ഷണം വിജയിച്ചാൽ തേയില വ്യവസായത്തിന്റെ പ്രവർത്തന രീതിയിലും വലിയ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മൂന്നാർ ലോഹാർഡ് എസ്റ്റേറ്റിലാണ് ക്വാഡ് കോപ്റ്റർ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിന് തുടക്കമായത്. ഹാരിസൺസ് മലയാളം ലിമിറ്റഡും ട്രോപോവർക്സ് കമ്പനിയും സംയുക്തമായാണ് പരീക്ഷണം നടത്തുന്നത്. തോട്ടത്തിൽ നിന്ന് ശേഖരിക്കുന്ന പച്ച തേയില കൊളുന്ത് ഫാക്ടറിയിലേക്ക് അതിവേഗത്തിൽ എത്തിക്കുകയാണ് ഡ്രോണുകളുടെ ജോലി. ദുഷ്കരമായ ഭൂപ്രകൃതിയുള്ള തേയിലത്തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ ജോലിഭാരം കുറയ്ക്കുക, ഗതാഗതത്തിന് വേണ്ട സമയം ലാഭിക്കുക, അതോടൊപ്പം കമ്പനിയുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നിവയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. 2 years back we were the first to implement battery operated tea harvesters, and now we are harvesting tea with a 100% mechanized way. In future days we'll be transporting leaf through payload drones, and this will increase the productivity of the workers in days to come. നിലവിലെ പരീക്ഷണം വിജയകരമായാൽ കൂടുതൽ ഭാരം വഹിക്കാൻ ശേഷിയുള്ള ക്വാഡ്കോപ്റ്റർ ഡ്രോണുകൾ എത്തിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. തുടർന്ന് ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ എല്ലാ എസ്റ്റേറ്റുകളിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട്. ദക്ഷിണേന്ത്യയിൽ ഇത്തരത്തിലൊരു പദ്ധതി ആദ്യമായാണ് നടപ്പിലാക്കുന്നത്. ഡ്രോൺ സംവിധാനം നിലവിൽ വരുന്നതോടെ ചുമട്ടുഭാരം കുറയുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. எங்களுக்கு பிரயோஜனம் சார். கொழுந்து எடுத்துகிட்டு போகும்போது எங்களுக்கு 10 கிலோ எக்ஸ்ட்ரா வெட்டுவோம். நாங்கள் கம்பெனினால எங்கள் எடுத்து போகும்போது கூட 10 கிலோ ஒரு நிறையில் போகும்போது 100 நிறைய சேர்த்து வெட்டி கொண்டு வந்துடுவோம். 10 கிலோக்கு 20 கிலோ வெட்டிடுவோம் சார். சுமக்க வேண்டாம், எங்களுக்கு கொஞ்சம் ஈஸியாகவும் இருக்கும்ல. പരീക്ഷണത്തിന്റെ ഫലങ്ങൾ വിലയിരുത്തിയ ശേഷമാകും പദ്ധതി കൂടുതൽ എസ്റ്റേറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. സാങ്കേതികവിദ്യയും തേയില വ്യവസായവും കൈകോർക്കുന്ന ഈ പരീക്ഷണം മേഖലയ്ക്ക് പുതിയ വഴിത്തിരിവാകുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ സൈന്യത്തിന് വെടിക്കോപ്പുകൾ കുറവാണെന്ന റിപ്പോർട്ടുകൾ തള്ളി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US ആയുധശേഖരം വളരെ വലുതാണെന്നും ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം പുതിയ ആക്രമണങ്ങൾക്ക് അമേരിക്ക മുതിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മനു ഭരത് വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ആക്രമണം 13 ദിവസം തുടർച്ചയായി നടന്നു. അതിനുശേഷമാണ് ആക്രമണം അവസാനിപ്പിക്കാൻ US തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച നടന്ന ഒരു യോഗമുണ്ട്, അതിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ട്രംപിൻ്റെ മനം മാറിയത്. എന്താണ് വിവരങ്ങൾ? ആയുധങ്ങൾ കുറവാണ് എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ അത് പുറത്തു വരുന്നുണ്ടല്ലോ. രഞ്ജിത്ത്, 2 ആഴ്ചത്തെ ഒരു തുടർച്ചയായ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ അവിടെ ഒരു ചെറിയ സമാധാന സാഹചര്യം ഉടലെടുത്തു എന്നത് വലിയൊരു ആശ്വാസം നൽകുന്നു. പക്ഷേ അത് എത്ര കാലം തുടരുമെന്ന ആശങ്ക നിൽക്കുകയാണ്. അമേരിക്കയുടെ ആയുധശേഖരം കുറയുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴാണ് വാൾസ്ട്രീറ്റ് ജേർണലിനോട് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങൾക്ക് ആയുധങ്ങളുടെ ഒരു കുറവില്ല, എത്ര ആയുധം വേണമെങ്കിലും അത് ഉണ്ട്, ആക്രമിക്കാനൊക്കെയുള്ള ശേഷി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മ്യൂണിഷൻസിൻ്റെ ഒരു കുറവ് ഇല്ല, ഇപ്പോഴത്തെ ആവശ്യത്തെക്കാൾ അധികം ഉള്ള ഒരു ശേഖരം ഉണ്ട് എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഇത് തനി ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഒരു മുന്നോടിയായുള്ള ഒരു വാക്കാണോ എന്നറിയില്ല. പക്ഷേ ഏതായാലും ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ ശാന്തമായി പോകുന്നു. അതിൻ്റെ ഫലമായി തന്നെ എണ്ണവിലയിൽ കാര്യമായ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട്. ഒരു 5% കുറവ് എണ്ണവിലയിൽ ഉണ്ടായതായി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ
രണ്ട് പ്രധാന വിഷയങ്ങൾ ഇവിടെ ഇപ്പോഴും ശ്രദ്ധേയമായി നിൽക്കുന്നത് ഈ ബാബൽ മന്ദീബിലും അതുപോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമുസിലും കപ്പലുകൾ ഇപ്പോഴും കപ്പൽ ഗതാഗതം ശാന്തമായിട്ടില്ല. വളരെ ചുരുങ്ങിയ എണ്ണം കപ്പലുകൾക്ക് മാത്രമേ ഈ വഴി കടന്നു പോകാൻ കഴിയുന്നുള്ളൂ. ഇപ്പോൾ ബാബൽ മന്ദീബിൻ്റെ കാര്യമാണെങ്കിൽ ഏറ്റവും ഒടുവിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും കുറഞ്ഞ എണ്ണം കപ്പലുകൾക്ക് മാത്രമേ അതുവഴി കടന്നു പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്ട്രേറ്റ് ഓഫ് ഹോർമുസിലാകട്ടെ 6 or 7 കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് എണ്ണ ഗതാഗതത്തെ വലിയ തോതിൽ, കപ്പൽ ഗതാഗതത്തെ, എണ്ണ വ്യാപാരത്തെയൊക്കെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. പക്ഷേ സമാധാനം അവിടെ വരും എന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ പ്രതീക്ഷ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 2 ആഴ്ചത്തെ തുടർച്ചയായ ഈ ആക്രമണങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഒരല്പം ശാന്തമായി പശ്ചിമേഷ്യ മാറുന്നു എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ വരുന്നത്. ശരി മനു. കൊച്ചി MG റോഡിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഡയമണ്ട് ഷോ ആരംഭിച്ചു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് VK മിനിമോൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഉപഭോക്താക്കൾക്കായി ന്യൂവ നാച്ചുറൽ ഡയമണ്ട് കളക്ഷൻ ചടങ്ങിൽ അവതരിപ്പിച്ചു. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് എക്സിബിഷൻ ഓഗസ്റ്റ് 2 അവസാനിക്കും. പ്രകൃതിയിലെ ഏറ്റവും മികച്ച സൃഷ്ടികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പ്രീമിയം നാച്ചുറൽ ഡയമണ്ട് കളക്ഷൻ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ അന്താരാഷ്ട്ര ഡിസൈനുകളാണ് പുതിയ കളക്ഷന്റെ പ്രത്യേകത. നാച്ചുറൽ ഡയമണ്ടുകൾക്കൊപ്പം വിവിധ നിറങ്ങളിലുള്ള ജം സ്റ്റോണുകളും സെമി പ്രഷ്യസ് കല്ലുകളും ന്യൂവ കളക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 14 ക്യാരറ്റിലും 18 ക്യാരറ്റിലും നിർമ്മിച്ച ആഭരണങ്ങളും ലഭ്യമാണ്. വളരെ ദുഃഖകരമായ ഒരു വാർത്ത കൂടിയുണ്ട്. ജനൻ TV തിരുവനന്തപുരം ബ്യൂറോ ക്യാമറാമാൻ അഭിജിത്ത് ശ്രീകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 26 വയസ്സായിരുന്നു. പാറശാല സ്വദേശിയാണ് അഭിജിത്ത്. ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങവേ ആണ് അപകടമുണ്ടായത്. ടോറസ് ലോറി അഭിജിത്തിൻ്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് വിവരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടക്കും. 3 മാസം മുമ്പാണ് അഭിജിത്ത് വിവാഹിതനായത്. ഇപ്പോൾ രാവിലെ പൂർത്തിയാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.